ഹരേ കൃഷ്ണ, ഹര ഹര മഹാദേവ. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ധ്യാനിക്കാനിരിക്കിയ മനസ്സ് വല്ലാതെ ശല്യപ്പെടുത്തുന്നു എന്ന് തോന്നാറുണ്ടോ? നമ്മുടെ വാസനകൾ, അതായത് ചിന്തകൾ കെട്ടടങ്ങുന്നില്ല. എന്തു ചെയ്യും? ജീവിതത്തിൽ ആത്മീയമായൊരു നിഷ്ഠ കൊണ്ടുവരുവാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ നമ്മുടെ മനസ്സ് തീരെ സമ്മതിക്കില്ല. എന്നിരുന്നാലും പിന്തിരിയരുത്. ഈ മനസ്സ് എത്രയൊക്കെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചാലും ഞാൻ ഇത്ര സമയം ജപം ചെയ്യും, ധ്യാനിക്കുകയും ചെയ്യും, അനുഷ്ഠാനങ്ങൾ ചെയ്യും എന്ന് ഉറപ്പിക്കുക. മനസ്സ് പലയിടത്തും കറങ്ങി വരട്ടെ, യാതൊരു കുഴപ്പവുമില്ല. സാധന എന്നത് കൃത്യമായി തന്നെ ചെയ്യുക. സാധന കൃത്യമായിട്ട് തുടരുന്ന സമയത്ത് പതിയെ നമ്മുടെ ഈ മനസ്സുണ്ടല്ലോ പത്തിമടക്കുവാൻ തുടങ്ങും. അത് അടങ്ങുവാനുള്ളൊരു പ്രവണത കാണിച്ചു തുടങ്ങും. അവിടെ അല്പാൽപമായിട്ടൊരു നിശ്ചലത വന്നു ചേരും. ആ നിശ്ചലതയിൽ അപാരമായൊരു ശാന്തിയാണ് പിന്നീട് ഏർപ്പെടുന്നത്. ആ ശാന്തി തന്നെയാണ് ആത്മാ എന്നൊരു അറിയിപ്പുണ്ടാവും. എല്ലാം ശരിയാവും. വാസനകളെ പോലും കാര്യമാക്കേണ്ടതില്ല. ഇനി വാസനകൾ വിട്ടുപോകുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയമുണ്ടാവും. ഈ വാസനകൾ വിട്ടുപോവുകയോ നിലനിൽക്കുകയോ ചെയ്യട്ടെ, സ്വരൂപം ഒരുവിധ വാസനകളാലും കളങ്കപ്പെടുന്നില്ല. അത് നിത്യനിർമ്മല ശുദ്ധ ചൈതന്യ സ്വരൂപമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ധ്യാനിക്കുന്ന സമയത്ത് മനസ്സ് ശരിയല്ല എന്ന് തോന്നിയാലും യാതൊരു കുഴപ്പവുമില്ല. വീണ്ടും ജപം അല്ലെങ്കിൽ ധ്യാനം തുടരുക. പതിയെ നമ്മുടെ മനസ്സ് നമ്മിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരും. ഇനി നമ്മുടെ ജീവിതത്തിലുള്ള 7 സുഖങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജീവിതത്തിലുള്ള 7 സുഖങ്ങൾ ഇപ്രകാരമാണ്. ആദ്യമായിട്ട് പറയുന്നത് ആരോഗ്യസുഖത്തെക്കുറിച്ചാണ്. ആരോഗ്യമുണ്ടെങ്കിലെല്ലാം ഉണ്ടാവൂ. അപ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ആരോഗ്യവാനായിരിക്കുമ്പോൾ അത് ഏറ്റവും വലിയ ധനമാണെന്നാണ് പറയാറുള്ളത്. ആരോഗ്യം എന്നാൽ മഹാഭാഗ്യമാണ് എന്ന് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന വാക്കാണല്ലോ. ഇനി രണ്ടാമത് നോക്കാം, വീട്. നമ്മൾ വസിക്കുന്ന വാസസ്ഥല സുഖം. സുഖകരമായ വീട്, നല്ല കുടുംബം, ശാന്തമായ അന്തരീക്ഷം. ഈ ശാരീരിക മാനസിക ആശ്വാസം എന്നത് വലിയൊരു അനുഭവമാണ്. ഇനി മൂന്നാമത്തെ സുഖമാണ് കുടുംബസുഖം. കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഐക്യം, സ്നേഹം, അനുരാഗം, അതായത് പരസ്പരം മനസ്സിലാക്കുക എന്നത് വലിയൊരു സുഖമാണ്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, ബന്ധുക്കൾ എന്നിവരുമായിട്ട് ചേർന്നിട്ടുള്ള ആ ഒരു ജീവിതം, കുടുംബ സുഖം എന്നത് ഭാഗ്യമാണ്. ഇനി സാമ്പത്തിക സുഖം. അർജിത സമ്പത്ത് ശരിയായിട്ട് ഉപയോഗിച്ചിട്ട് ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നത്. സമ്പത്ത് ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ നമ്മെ സഹായിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ സാമ്പത്തിക സുഖമാണ് മറ്റൊരു ഭാഗ്യം. ഇനി അടുത്തത് വിജ്ഞാന സുഖമാണ്. വിദ്യ, അറിവ്, വിജ്ഞാനം, ജ്ഞാനം, മനസ്സിൻ്റെ തൃപ്തി, ഇവയെല്ലാം ഈ ഒരു വിജ്ഞാന സുഖത്തിൽ നമ്മൾക്ക് നേടാൻ സാധിക്കും. ആത്മവിശ്വാസം, വിവേകം, ആത്മനിർവൃതി എന്നിവയെല്ലാം ഇതിലൂടെ നമ്മൾക്ക് ലഭ്യമാവും. ഇനി അടുത്തതാണ് ആത്മസുഖം. ആന്തരികമായ സമാധാനമാണ് ആത്മസുഖം. ആത്മസന്തോഷം, മനസ്സിൻ്റെ ശാന്തി. ഇത് ആത്മീയ പ്രാക്ടീസുകളിലൂടെയും ധ്യാനത്തിലൂടെയും ജപത്തിലൂടെയും നമ്മൾക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കും. ഇനി സൗഹൃദ സുഖം. സത്യസന്ധമായ വിശ്വസനീയമായ സുഹൃത്തുക്കളും സമൂഹ ബന്ധങ്ങളും ഉള്ളത്. ഇതിലൂടെ നമ്മൾക്ക് ഒരുപാട് സന്തോഷവും കരുത്തുമാണ് ലഭിക്കാൻ പോകുന്നത്. ആരോഗ്യം, ഭവനം, കുടുംബം, സമ്പത്ത്, വിജ്ഞാനം, ആത്മസന്തോഷം, സൗഹൃദം ഇവയെല്ലാം കൂടി ജീവിതത്തെ സമ്പൂർണവും സമാധാനവുമായൊരു അനുഭവമാക്കിയാണ് മാറ്റുന്നത്. ഇനി ആരോഗ്യസുഖം. ഭാരതീയ ദർശനത്തിൽ ശരീരം ആദ്യം ധർമ്മസാധനം. ശരീരം ധർമ്മം പാലിക്കുവാൻ ഉള്ള ആദ്യത്തെ ഉപകരണം എന്നാണ് പറയുന്നത്. ശരീരമില്ലെങ്കിൽ ആത്മസാധനയും ഭൗതിക സമൃദ്ധിയും ഒന്നും സാധ്യമാവില്ല. ആയുർവേദം പറയുന്നത് ധർമാർത്ഥ കാമ മോക്ഷാണം ആരോഗ്യം മൂലമുത്തമം. എല്ലാ പുരുഷാർത്ഥങ്ങൾക്കും ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ആരോഗ്യമാണ് അടിസ്ഥാനം എന്നാണ് പറയുന്നത്.
ഇനി ഗൃഹസുഖത്തെ നോക്കൂ. ഭൗതികമായ ആശ്രയം, മാനസികമായ സുരക്ഷ, കുടുംബവും ബന്ധങ്ങളും അടങ്ങിയ ചിറകാണ് ഗൃഹസുഖം. വാസ്തുവിദ്യയിലും പുരാണങ്ങളിലും ഭവനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി വീട്ടിലെ ശാന്തിയും ഐക്യവും ആത്മസുഖത്തിലേക്ക് വഴി ഒരുക്കുന്നു. ഇനി കുടുംബം, സ്നേഹബന്ധമാണ് കുടുംബത്തിൻ്റെ മൂലമായ കാരണം. ഇനി ഗൃഹസ്ഥാശ്രമത്തിലെ പ്രധാന ധർമ്മം എന്താണ്? കുടുംബത്തിൻ്റെ സംരക്ഷണം, മാതാപിതാക്കളെ, ഭാര്യ, മക്കളെ, മുതിർന്നവർ എന്നിവരോടുള്ള സേവനം. ഇതാണ് ഗൃഹസ്ഥാശ്രമത്തിലെ പ്രധാനമായ ധർമ്മം. പരസ്പര വിശ്വാസം, കരുതൽ, സ്നേഹം എന്നിവ നമ്മുടെ ജീവിതത്തെ സമൃദ്ധമാക്കി മാറ്റുന്നു. ഇനി സാമ്പത്തിക സുഖത്തെക്കുറിച്ച്. സമ്പത്തൊരു ഉപാധി തന്നെയാണല്ലേ. ജീവിക്കുവാൻ തീർച്ചയായിട്ടും സമ്പത്ത് വേണം. ഇത് ശരിയായിട്ട് ഉപയോഗിക്കുക കൂടി വേണം. ശരിയായിട്ട് ഉപയോഗിച്ചാൽ ധാർമ്മികവും സാമൂഹികവുമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ നമ്മൾക്ക് സാധിക്കും. ഇനി പുരുഷാർത്ഥങ്ങളിലൊന്ന് സതുപയോഗം, ത്യാഗം, ദാനധർമ്മം ഇവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി വിജ്ഞാനസുഖം, സത്യത്തെ കാണാനുള്ള ദീപം. ഉപനിഷത്തുക്കൾ പറയുന്നത് സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ, ജ്ഞാനം തന്നെയാണ് ബ്രഹ്മസ്വരൂപം. ആത്മാന്വേഷണത്തിനും മോക്ഷമാർഗത്തിനും വിജ്ഞാനം വളരെ അനിവാര്യമാണ്. ഇനി ആത്മസുഖം, മനസ്സിൻ്റെ ആ അന്തസുഖം, ആന്തരികമായ സമാധാനത്തെയാണ് ആത്മസുഖം എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഇപ്രകാരമാണ് പറയുന്നത്: അന്ത്യസുഖം, അന്തര്യാമി പ്രീതിയായി അനുഭവിക്കുന്ന ആനന്ദം. ഇനി ധ്യാനം, നിഷ്കാമകർമ്മം, ഭക്തി എന്നിവയിലൂടെ ആത്മസുഖം നമ്മൾക്ക് നേടാം. ധ്യാനത്തിലൂടെയും നേടാം, ജപത്തിലൂടെയും നേടാം. ഇനി സൗഹൃദ സുഖം, സത്യസന്ധമായ നിസ്വാർത്ഥമായ സൗഹൃദം, അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. ഈ പ്രാചീനമായ വിശേഷണങ്ങളിൽ പോലും മിത്രം എന്നത് ഈശ്വര സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. ആത്മീയ സുഹൃത്തുക്കളും സദ്ഗുരുക്കളും ഈ ഒരു സുഗന്ധ ബന്ധത്തിലേക്ക് നമ്മെ തീർച്ചയായിട്ടും കൈപിടിച്ച് നയിക്കും. ഇനി നമ്മുടെ ഭാരതീയ തത്വചിന്ത പ്രകാരം ഈ 7 സുഖങ്ങൾ, ആരോഗ്യസുഖം, ശരീരവും മനസ്സും ആരോഗ്യവും ഉള്ളപ്പോഴാണ് നേടാൻ സാധിക്കുന്നത്. ഗൃഹസുഖമാണെങ്കിൽ സുഖകരമായ ഭവനവും പരിസ്ഥിതിയും, അതായത് അനുബന്ധമായ മറ്റുള്ള കാര്യങ്ങളും. ഇനി കുടുംബസുഖമാണെങ്കിൽ ബന്ധങ്ങളിലെ സ്നേഹവും ഐക്യവും. സാമ്പത്തിക സുഖമാണെങ്കിൽ മതിയായ സമ്പത്ത്, പർജനമില്ലാതെ. ഇനി വിജ്ഞാനസുഖം, ജ്ഞാനവും അറിവുമുള്ള സമൃദ്ധിയാണ്. ആത്മസുഖമാണെങ്കിൽ അന്തർസന്തോഷം, ആത്മാനന്ദം. സൗഹൃദ സുഖമാണെങ്കിൽ വിശ്വസ്ത സുഹൃത്തുക്കളോടുള്ള ആ ഒരു ബന്ധം. ചുരുക്കത്തിൽ മനുഷ്യജീവിതം എന്നാൽ സമ്പൂർണവും സമാധാനപരവുമായിരിക്കണമെങ്കിൽ ഈ 7 സുഖങ്ങൾ യഥാസ്ഥാനത്തിൽ നിലനിർത്തിപ്പോണം, അല്ലെങ്കിൽ നിലനിന്നു പോണം എന്നതാണ് നമ്മുടെ ഭാരതീയ ഋഷിമാർ നമ്മോട് പറഞ്ഞിരിക്കുന്നത്.